ഹായ്, ഞാനിന്ന് വന്നേക്കുന്നത് ഒരു പട്ടുപാവാടയുടെ സ്റ്റിച്ചിങ് ആയിട്ടാണ്. അപ്പൊ അതിന്റെ മാർക്കിങ് നമുക്ക് നോക്കാം. ഇത് 33 ഇഞ്ച് വീതിയും 39 ഇഞ്ച് നീളവുമുള്ള സ്കേർട്ടാണ് ചെയ്യേണ്ടത്. അപ്പം 33 ഇഞ്ച് വീതി വരുമ്പം അതിന്റെ 3 ഇരട്ടി തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പം അതൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി 102 ഇഞ്ച് തുണിയാണ് ഇത് വന്നേക്കുന്നത്. അപ്പം അത് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. 4ആയിട്ട് കട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനും എളുപ്പത്തിന് വേണ്ടി 4ആക്കി മടക്കിയിട്ടേക്കുവാണ്. അപ്പൊ ഇനി ലെങ്ത് വരുന്നത് 39 ഇഞ്ച് വീതിക്ക് നമ്മൾ ബാൻഡിന് വേണ്ടി 2 ഇഞ്ച് വീതി ഇവിടെ കുറയ്ക്കണം. 39-ന് 2 ബാൻഡിന് വേണ്ടി കുറയ്ക്കുകയും പിന്നെ ഇത് മടക്കിയിരിക്കാനായിട്ട് 1 ഇഞ്ച് മടക്കിയിരിക്കണം. ഇത് കസവും പട്ടയൊന്നും ഇല്ലാത്ത ഒരു തുണിയായതുകൊണ്ട് നമുക്ക് അടി ഭാഗം മടക്കിയിരിക്കേണ്ടി വരും. അപ്പൊ അതിന് 1 ഇഞ്ച് മടക്കിയിരിക്കാനും ബാൻഡിന് വേണ്ടി നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി എടുക്കേണ്ടി വരും. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് 38 ഇഞ്ച് വീതിയിൽ നമുക്കിത് നീളം കട്ട് ചെയ്യണം. 38.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അപ്പം ഇതിന് ലൈനിങ്ങും കൂടെ ഇടേണ്ടതുണ്ട്. അപ്പൊ ലൈനിങ്ങും ഇതുപോലെ തന്നെ കട്ട് ചെയ്യണ്ട. അത് തേര് ഭാഗം 2 ഭാഗവും തേര് വരുന്നതാണ്. അതിന് കറക്റ്റ് ലെങ്ത് ആണ്. അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്ന 1 ഇഞ്ച് കുറവായിട്ടാണ് ലൈനിങ് ഉള്ളത്. അപ്പം അത് കട്ട് ചെയ്യുന്നില്ല. ഈ മെയിൻ ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ലെങ്ത് മാർക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ലൈനിങ് വരുന്നത്. ഇതൊരു കസ്റ്റമർ തന്നതാണ്. ഇത് ഒരു മുണ്ടിന്റെ ഭാഗമാണ്. മുണ്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങും ഈ പീസും കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് പ്ലേറ്റ് ഇടാനായിട്ട്. നമുക്ക് ചെയ്തെടുക്കാം. ലൈനിങ്ങും ഈ നല്ല പീസുമായിട്ട് ജോയിൻ ചെയ്ത് ഫുള്ളും കൂട്ടിയടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 4ആക്കി മടക്കണം. ഇപ്പൊ ഇത് 2ആക്കി ഇതുപോലെ 4ആക്കി മടക്കുക. അതിനുശേഷം ഇതിപ്പോ ഓപ്പൺ സൈഡാണ്. അത് ഒന്നും ചെയ്യണ്ട. ഇപ്പുറത്ത് തന്നെ ഈ 2 ഭാഗത്ത് നമുക്കൊരു ചെറിയ ഒരു കട്ടിട്ട് കൊടുക്കാം. അപ്പൊ കറക്റ്റായിട്ട് പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇവിടെ ഒരു കട്ടിടുക, അല്ലെങ്കിൽ ചോക്ക് വെച്ച് മാർക്ക് ചെയ്താലും മതി. അതിനുശേഷം ഇവിടെയും ഒരു മാർക്ക് അതുപോലെ കട്ടിടുക, സെന്റർ ഭാഗം. ഇത് നമുക്ക് ബാൻഡിൽ ചെയ്ത് വെക്കാനായിട്ട് പ്ലേറ്റ് ഇടാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി ബാൻഡ് നമുക്ക് കട്ട് ചെയ്യാം. ബാൻഡ് കട്ട് ചെയ്യാൻ 33 ഇഞ്ച് വീതിയുടെ ബാൻഡാണ് നമുക്ക് വേണ്ടത്. അപ്പം 33 ഇതിപ്പം 2ആക്കിയാണ് എടുത്തേക്കുന്നത്. അപ്പം 33-നെ നമ്മൾ 2ആക്കണം. ഇപ്പൊ ഒരു 16 കിട്ടും. അതിൽ നിന്ന് 1 ഇഞ്ചും കൂടെ നമുക്ക് ഈ ഭാഗം 2ഉം മടക്കി അടിക്കണം. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇട്ട് 17.5 ഇഞ്ച് നമുക്ക് ബാൻഡിന് നീളം വേണം. 17.5 ഇഞ്ച് ബാൻഡിന് നീളം.
17 ഇഞ്ച് നീളം. ഇതിന് വീതി വേണ്ടത് 5 ഇഞ്ചാണ് നമ്മൾ ബാൻഡിന് എടുക്കുന്നത്. 17.5 നീളം, 5 ഇഞ്ച് വീതി. ഓക്കെ, അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബാൻഡിന് എടുത്തേക്കുന്ന തുണി. ഇതിൻ്റെ 2 ഭാഗവും നമുക്ക് ഒന്ന് മടക്കി അടിക്കണം. അപ്പൊ ഇതുപോലത്തെ തന്നെ ഒരു ലൈനിങ് പീസും നമുക്ക് ബാൻഡിന് വേണ്ടി എടുക്കാം. എന്താന്ന് വെച്ചാൽ അതൊരു കട്ടിയില്ലാത്ത തുണിയാണ്. ലൈനിങ് കൂടെ ചെയ്യാം. ബാൻഡ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ 2 ഭാഗവും നമുക്കൊന്ന് തയ്ച്ചിടും. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ സ്റ്റിഫ് വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് സ്റ്റിഫ് വെച്ചിട്ട് മടക്കി എടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയില്ല. ഇതിന്റെ ഈ ഭാഗവും ഇതും ഒന്ന് ജോയിൻ ചെയ്തിട്ട് 2 ഭാഗവും അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മള് സ്കേർട്ടിന്റെ ഭാഗത്ത് കട്ട് ചെയ്തതുപോലെ നമ്മൾ ഇതിനും കട്ട് ചെയ്യും. 4 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു മാർക്ക് കൂടെ ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആദ്യത്തെ ഭാഗം, ഈ ഭാഗം 2 അറ്റവും 1/2 ഇഞ്ച് വീതം നമുക്ക് മടക്കി അടിക്കാം. അതുപോലെ ഈ കട്ട് ചെയ്ത് വന്ന ഭാഗം നമുക്കിവിടെ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 ഭാഗവും ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഭാഗം 5 നീളത്തില് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാൻഡ് വരുന്നത്. ഇവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഫ്ലീറ്റ് ഇട്ട് വന്നിട്ടുണ്ട്. ഫ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കിട്ടി. ബാൻഡിനോട് ചേർത്താണ് നമ്മൾ ഫ്ലീറ്റ് ഇട്ടത്. പിന്നെ 2 ഭാഗവും അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്തു. ഈ ഭാഗവും ഒറ്റമടക്കായിട്ട് അടിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്തു. എന്നിട്ട് ഇതിനുള്ളിൽ പള്ളി ഇട്ട് കൊടുക്കും. ഡോർ ഇട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ നമുക്കിതുപോലെ കുളത്തിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ. അപ്പം ജോയിൻ ചെയ്യും. നമ്മുടെ സ്കേർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസ്, ഇത് സ്കേർട്ട്.